Good morning, all. Today we are going to discuss the topic option value or option premium or option price. We have already discussed this topic in terminologies of option contracts. Anyway, we can discuss the term option value in detail in today classes. Let us discuss what is option value. Option value or option price simply defined as the price paid by the option holder to option writer for acquiring the ഓപ്ഷൻ കോൺട്രാക്റ്റ്. നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ആ കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഹോൾഡർ ഓപ്ഷൻ റൈറ്റക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് ഓപ്ഷൻ പ്രീമിയം ഓർ ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ വാല്യൂവിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് കമ്പോണൻറ്റ്സ്, ഫസ്റ്റ് വൺ ഈസ് ഇൻട്രിൻസിക് വാല്യൂ, സെക്കൻഡ് വൺ ഈസ് ടൈം വാല്യൂ. നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ഇൻട്രിൻസിക് വാല്യൂ? ഒരു ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ആൻ ഓപ്ഷൻ ക്യാൻ ബി റിയലൈസ്ഡ് ഓൺലി ഇഫ് ദി ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. നമുക്കറിയാം ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ ചോയ്സ് വെദർ ടു എക്സസൈസ് ഓർ നോട്ട്. ഇറ്റ് ഈസ് വിത്ത് ഓപ്ഷൻ ഹോൾഡർ. നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ഒന്നുകിൽ ഓപ്ഷൻ ഹോൾഡർ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യൂല. അയാൾക്ക് അതിനുള്ളൊരു ചോയ്സ് ഉണ്ട്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അയാൾക്ക് ഫേവറബിൾ ആണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇൻ കേസ് അയാൾ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് റിയലൈസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ കിട്ടുള്ളൂ. നമുക്കറിയാം ഓപ്ഷൻ മണീനെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻ ദി മണി എന്ന് പറഞ്ഞിട്ടൊരു സെക്കൻഡ് സ്റ്റേജ് കാണാൻ പറ്റും. അതിൽ മാത്രമേ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുള്ളൂ. സോ ഇൻ ദി മണി സ്റ്റേജിൽ മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴാണ് ഒരു പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക, എപ്പോഴാണ് ഒരു കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവുള്ളൂ. Simply, intrinsic value of an option is the difference between exercise price and spot price. സ്പോട്ട് പ്രൈസും എക്സസൈസും പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് എ കോൾ ഓപ്ഷൻ, ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. ഇഫ് ഇറ്റ് ഈസ് എ പുട്ട് ഓപ്ഷൻ, ഇൻട്രിൻസിക് വാല്യൂ മീൻസ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഇപ്പോഴൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പുട്ട് ഓപ്ഷൻ എപ്പോഴാണ് എക്സസൈസ് ചെയ്യുക, കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം. കോൾ ഓപ്ഷൻ എപ്പോഴാണ് എക്സസൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ സ്പോട്ട് പ്രൈസ് കൂടുതലും എക്സസൈസ് പ്രൈസ് കുറവാകുന്നത്, നേരെ തിരിച്ചായിരിക്കും പുട്ട് ഓപ്ഷൻ്റെ കേസിൽ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ പറയാം. ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കമ്പ്യൂട്ട് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ കോൾ ഓപ്ഷൻ. ഇതിൽ സ്പോട്ട് പ്രൈസ് തന്നിട്ടുണ്ട്, എക്സസൈസ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനാണ്. അപ്പോൾ കോൾ ഓപ്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതിനുശേഷം മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ കാണേണ്ട ആവശ്യമുള്ളൂ. കാരണം കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 5 സ്റ്റേജിലും ഓപ്ഷൻ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇൻട്രിൻസിക് വാല്യൂ നില്ല് എന്ന് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് കേസ് ആകുമ്പോൾ നോക്കുക. കോൾ ഓപ്ഷൻ ആയതുകൊണ്ട് വെൻ സ്പോട്ട് പ്രൈസ് ഈസ് 160, എക്സസൈസ് പ്രൈസ് ഈസ് 150. അപ്പോൾ നമുക്കറിയാം സ്പോട്ട് പ്രൈസ് കൂടുതലും എക്സസൈസ് പ്രൈസ് കുറവാകുമ്പോഴാണ് നമ്മൾ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഐ വി ഉണ്ടാവും. ഐ വി എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ എന്താ, എസ് ടി മൈനസ് എക്സ്. അപ്പോൾ 160 മൈനസ് 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അങ്ങനെ ഓരോന്നിൻ്റെയും ഐ വി ഓരോ സ്റ്റേജിലും നമ്മൾ ഐ വി കാണും. പിന്നീട് ലാസ്റ്റ് സ്റ്റേജിലും എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കോൾ ഓപ്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്
സ്പോട്ട് പ്രൈസ് കൂടുതലും എക്സസൈസ് പ്രൈസ് കുറവാകുന്ന കേസാണ്. പിന്നീട് വരുന്ന എല്ലാം 160 ആയിക്കോട്ടെ, 165 ആയിക്കോട്ടെ, 167 ആയിക്കോട്ടെ, എല്ലാത്തിലും കോൾ ഓപ്ഷൻ്റെ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്കത് വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് IV കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് പുട്ട് ഓപ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പുട്ട് ഓപ്ഷൻ്റെ കേസിലും നമുക്കറിയാം കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് കുറവും എക്സസൈസ് പ്രൈസ് കൂടുതലുമാണ് ആവേണ്ടത്. എങ്കിൽ മാത്രമേ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ 6ഓളം സ്റ്റേജിൽ ഓപ്ഷൻ പ്രൈസ് 150 ആവുന്നത് വരെ എന്താണ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയേ ചെയ്യില്ല, കാരണം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നീടുള്ള ഇത് നോക്കുക, 145 140 ആകുന്ന സമയത്ത് ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സസൈസ് പ്രൈസ് കൂടുതലും സ്പോട്ട് പ്രൈസ് കുറവാകുന്നുണ്ട്. സോ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവും. ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് X-ST ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ IV കണ്ടേക്കുന്നത്. 145 സ്പോട്ട് പ്രൈസും എക്സസൈസ് പ്രൈസ് 150 ആകുമ്പോൾ 5 ഇൻട്രിൻസിക് വാല്യൂ. ഇങ്ങനെയാണ് ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ വാല്യൂവിൻ്റെ സെക്കൻഡ് കമ്പോണൻ്റ് ആണ് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ടൈം വെൻ വി എക്സസൈസിങ് ദി ഓപ്ഷൻ. അപ്പം അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസിലാണ് ടൈം വാല്യൂ വരുന്നത്. വെൻ ആൻ ഓപ്ഷൻ ഈസ് ട്രേഡിംഗ് അറ്റ് മോർ ദാൻ ദി ഇൻട്രിൻസിക് വാല്യൂ ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് ടൈം വാല്യൂ. അതായത് ഓപ്ഷൻ വാല്യൂ എന്ന് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി നമ്മുടെ ഒരു ഓപ്ഷൻ്റെ എക്സ്പയറിക്ക് മുന്നേ തന്നെ ഒരു കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ടൈം വാല്യൂ ഉണ്ടാവുക. അല്ലാണ്ട് എക്സ്പയറിക്ക് ചെയ്യുമ്പോൾ ടൈം വാല്യൂ ഉണ്ടാവില്ല. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുന്നേ നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ടൈം വാല്യൂ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ കേസ് ഓഫ് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഓപ്ഷൻ. അതാണ് നമുക്ക് ടൈം വാല്യൂ പറയുന്നത്. കാരണം നമ്മൾ ഏത് ടൈമിൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വാല്യൂ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ടൈം വാല്യൂ ഓഫ് റുപ്പീസൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ₹1 നാളത്തെ ₹1 എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മുടെ ഇന്ന് ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നതും നാളെ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ബേസിൽ വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ടൈം വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്ഷൻ വാല്യൂന്ന് ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് ടൈം വാല്യൂ കിട്ടുക. സോ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ കേസ് ഓഫ് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഓപ്ഷൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ടൈം വാല്യൂവും അതേപോലെ ഇൻട്രിൻസിക് വാല്യൂ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ 2 ടൈപ്പ് ഓപ്ഷനും വരുന്നുണ്ട്. കോൾ ഓപ്ഷനും വരുന്നുണ്ട്, പുട്ട് ഓപ്ഷനും വരുന്നുണ്ട്. രണ്ടും നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, പുട്ട് ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് ചെയ്യുക, ടൈം വാല്യൂ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, സ്ട്രൈക്ക് പ്രൈസ് ദാറ്റ് മീൻസ് എക്സസൈസ് പ്രൈസ് തന്നിട്ടുണ്ട്, സ്പോട്ട് പ്രൈസും തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ നമുക്കറിയാം ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് IV + TV ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാണണം. കാരണം ഓപ്ഷൻ വാല്യൂന്ന് ഇൻട്രിൻസിക് വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ടൈം വാല്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കോൾ ഓപ്ഷൻ വരുന്ന സമയത്ത് ഇൻട്രിൻസിക് വാല്യൂ കാണുമെങ്കിൽ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ടി വരിക. ഓക്കെ. അതേപോലെ പുട്ട് ഓപ്ഷൻ വരുന്ന സമയത്തും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇതിലെ ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടതാണ് നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. നോക്കുക, നമ്മൾ ഓപ്ഷൻ കാണുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്തത് ഇൻട്രിൻസിക് വാല്യൂ ആണ്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂൻ്റെ ഇക്വേഷൻ ST - X ആണ്. ഫസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ 128 - 130. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രിൻസിക് വാല്യൂക്ക് ഒരിക്കലും നെഗറ്റീവ് വരില്ല, ഓപ്ഷൻ എക്സസൈസ് ചെയ്യൂല എന്ന അർത്ഥം. അപ്പോൾ സോ ഓപ്ഷൻ പ്രീമിയം ഇൻട്രിൻസിക് വാല്യൂ 0, ഓപ്ഷൻ പ്രീമിയം 5. സോ ഓപ്ഷൻ പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ 5 - 0 ടൈം വാല്യൂ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
അപ്പോൾ നമ്മളെപ്പോഴും ഇൻട്രിൻസിക് വാല്യൂ കാണുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ്. ഇൻ കേസ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് 0 ഓർ നില്ല് എന്ന് ഇട്ടാൽ മതി. ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് കോൾ ഓപ്ഷൻ ആണെങ്കിൽ ST-Xും പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ X-ST ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ. ഒരു ഓപ്ഷൻ്റെ ടൈം വാല്യൂവിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വോളറ്റിലിറ്റി ഓർ വേരിയേഷൻ ഇൻ ദി ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നതാണ്. സോ അതിലെന്തൊക്കെ നമ്മുടെ ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസിൽ STയിൽ എത്രയൊക്കെ വേരിയേഷൻസ് വരുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ മാറും. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് ടൈം വാല്യൂ മാറും. ഇപ്പോൾ രണ്ടാമത്തെന്ന് പറയുന്നത് ടൈം ഓഫ് എക്സ്പയറി ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ്റെ സ്പാന്. ഇപ്പോൾ ഒരുപാട് പീരീഡുള്ള ഓപ്ഷനും അല്ലെങ്കിൽ കുറച്ച് പീരീഡുള്ള ഓപ്ഷനും, ഇപ്പോൾ 1 മന്തിലേക്കുള്ള ഓപ്ഷനും അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ള ഓപ്ഷനും, അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ വാല്യൂയിൽ ടൈം വാല്യൂയിൽ ഡിഫറൻസ് വരും. നോർമലി എന്ന് പറയുന്നത് ഓപ്ഷൻ പീരീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം വാല്യൂവിൽ വേരിയേഷൻസ് വരും എന്നുള്ളതാണ്. സോ അതായത് ഒരു ഓപ്ഷൻ്റെ ലൈഫ് ടൈം 1 മന്ത് ആണോ 3 മന്ത്സ് ആണോ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്ഷൻ്റെ ടൈം വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസിൽ വരുന്ന ചേഞ്ചസ്, അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് ഇൻട്രിൻസിക് വാല്യൂവിനാണ്. ഇപ്പോൾ ഇൻട്രിൻസിക് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ടൈം വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് ലൈഫ് സ്പാൻ ഓർ ടൈം ഓഫ് എക്സ്പയറി എന്നുള്ളതും ഒരു ടൈം വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ദിസ് ഈസ് അബൌട്ട് ടുഡേ ക്ലാസ്സസ്. I hope all of you understood the topic, that what is option value, what is intrinsic value and time value, how it is computed, and what are the factors influencing time value of option. ഇതാണ് നമുക്ക് ഓപ്ഷൻ വാല്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എനിവേ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.